ഹായ് ഓൾ, സോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് KPMG നിന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നു. യെസ്, അപ്പോൾ ആ സർട്ടിഫിക്കറ്റിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളാണ് ഞാനിതിൽ പറയുന്നത്. സർട്ടിഫിക്കറ്റിനെ പറ്റി അറിയുന്നതിന് മുമ്പ് നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണ് KPMG അല്ലെങ്കിൽ ACCAക്ക് KPMG ആയിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം. പക്ഷേ ഇത് കാണുന്നത് എല്ലാവർക്കും അറിയണമെന്ന് അറിയാതിരിക്കാൻ ചാൻസ് ഇല്ലാത്തതിനാൽ ഞാൻ അത് ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഫസ്റ്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇതെനിക്ക് എങ്ങനെ കിട്ടി അല്ല കിട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യണം എന്നുള്ള ആ സ്റ്റെപ്സും കാര്യങ്ങളും മാത്രമേ പറയുന്നുള്ളൂ. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഫോറേജ് എന്ന് പറയുന്ന ഒരു ലിങ്ക് വഴിയാണ്, ഒരു സൈറ്റ് വഴിയാണ് നമുക്ക് ഈ ഒരു കാര്യം കിട്ടുക. ഇത് KPMG മാത്രമല്ല, KPMG പോലെ ബിഗ് ഫോർ കമ്പനി എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന CA ആയാലും ACCAക്കാരുടെ ആയാലും അങ്ങനെയുള്ളവരുടെ എല്ലാം ഏറ്റവും വലിയ ആഗ്രഹം eBay അല്ലെങ്കിൽ PwC അല്ലെങ്കിൽ KPMG, ഇനി അതുപോലെ ഡെലോയിറ്റ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലെല്ലാം കയറി പഠിക്കണം എന്നല്ല, ജോലി ചെയ്യണം എന്നുള്ളതായിരിക്കും അവരുടെ എല്ലാ ആഗ്രഹം. അപ്പം ആ ഒരു ഇതിൽ പെട്ട ആൾക്കാർക്ക് പറ്റിയ ഒരു വീഡിയോ തന്നെയാണിത്. സോ നിങ്ങൾ മാക്സിമം ഈ ACCAക്കാർക്കും CA സ്റ്റുഡൻസിനും BCom ACCA നമുക്ക് BCom കഴിഞ്ഞിട്ടും എടുക്കാൻ പറ്റും. സോ BCom പഠിക്കുന്ന ആൾക്കാർക്കായാലും ഇനി കൊമേഴ്സ് സ്റ്റുഡൻസിനായാലും ഒക്കെ ഇത് ഹെൽപ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. സോ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ചെയ്യേണ്ടത് ഫോറേജ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. ഞാൻ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സൈഡിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. സോ ഫോറേജ് എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് ഫ്രീ ആയിട്ട് അതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ സമയത്ത് അവർ നമ്മളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും. അതായത് ഏത് താല്പര്യമാണ്, നമുക്ക് എവിടെയൊക്കെ ജോലി ചെയ്യണം, എന്തെല്ലാം ഫീൽഡിലാണ്, ബിസിനസ്, അക്കൗണ്ടിങ്, മെഡിക്കൽ സയൻസ്, അങ്ങനെ പല പല ഫീൽഡുകളിൽ വരും. അതിൽ നമുക്ക് ഏത് ചൂസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് കാര്യങ്ങൾ അവരുടെ എനിക്ക് തോന്നുന്നു ഒരു 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത്രയും ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസേഴ്സ് ചെയ്യാം. അത് ഭയങ്കര വലിയ ക്വസ്റ്റ്യൻ ഒന്നുമല്ല, ജസ്റ്റ് നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് കാര്യങ്ങൾ, നമ്മൾ എന്തുകൊണ്ട് ACC ചൂസ് ചെയ്തു, എവിടെ നിന്നാണ് ACC ചൂസ് ചെയ്തതല്ല KPMG ചൂസ് ചെയ്ത കാര്യം, എവിടെ നിന്നാണ് നമ്മൾ ഇതിനെപ്പറ്റി അറിഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ ചോദിക്കും. നമ്മൾ അതിന് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവരുടെ KPMGക്കും ഉണ്ട്, EYക്കും ഉണ്ട്, PwCയുടെ ഉണ്ട്, BCGയുടെ ഉണ്ട്, ബ്ലൂബർഗ് ഉണ്ട്, അങ്ങനെ എല്ലാ കമ്പനീസിൻ്റെയും കോഴ്സസ് ഉണ്ട്. അത് പലത് ടാക്സിൻ്റെ എബൌട്ട് ടാക്സ് ഉണ്ട്, എബൌട്ട് ദിസ് ഞാൻ ചെയ്ത ഓഡിറ്റിൻ്റെ ഉണ്ട്. അങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് കാറ്റഗറീസും ഉണ്ട്. നിങ്ങൾക്ക് അതിൽ ചൂസ് ചെയ്യാൻ ഏതാണോ താല്പര്യം തോന്നുന്നത് അത് ചൂസ് ചെയ്യുക. അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചൂസ് ചെയ്തത് KPMGയുടെ ഓഡിറ്റാണ്. ആ ഓഡിറ്റ് എന്ന അതിൻ്റെ അകത്ത് നമുക്ക് ഒരു 6 ടാസ്കുകളുണ്ട്. ടാസ്ക് വിളിയുടെ ഇതല്ല, ടാക്സ് ഉണ്ട്. 6 ടാസ്കുകളുണ്ട്. അപ്പോൾ ആ 6 ടാസ്കുകളും നമ്മൾ കൃത്യമായിട്ട് അവർ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റേജിൽ നമുക്കൊരു പ്രസൻറ്റേഷൻ, നമ്മൾ ഇതുവരെ ചെയ്തതിൽ നിന്നൊരു പ്രസൻറ്റേഷൻ കാണിക്കാനുണ്ടാവും. ആ പ്രസൻറ്റേഷൻ കാണിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് PDF ആയിട്ട് അപ്ലോഡും ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ് ടു ഫേസ് മീൻസ് ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിട്ട് അയക്കുകയും ചെയ്യാം. അങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഫൈനൽ നമുക്ക് സ്റ്റേജ് ആവുക. ആ ഫൈനൽ സ്റ്റേജിൽ നമുക്ക് കുറച്ച് ചെറിയ ഇൻ്റർവ്യൂ ടിപ്സും അതുപോലെ തന്നെ നമ്മുടെ പുതിയ കരിയറിന് ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന കുറച്ച് ടിപ്പ് അവർ പറയും. അതിനുശേഷം നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് കിട്ടും. സോ ഈ ടാസ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ടാസ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക ഒരു വീഡിയോ ഉണ്ടായിരിക്കും. ആ വീഡിയോയ്ക്ക് ചിലപ്പോൾ ആ ടാസ്കിൽ ഒരു ക്വിസ് ആയിരിക്കും. നമുക്കൊരു സിനാരിയോ തരും. അതിനെപ്പറ്റി നമ്മളൊന്ന് ജസ്റ്റ് വായിച്ചതിന് ശേഷം ആ ക്വിസ് ഒന്ന് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതായിരിക്കും. 1-2 ക്വസ്റ്റ്യൻ. അതൊക്കെ സിമ്പിളാണ്. ഭയങ്കര ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നോ അങ്ങനെയൊന്നും തോന്നുന്നില്ല. നമുക്ക് ആർക്ക് വേണമെങ്കിലും അത് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പറയുന്നത് ഇനിയിപ്പം അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻസ്, ഓഡിറ്റിംഗ്, ടാക്സ്, ഫിനാൻഷ്യൽ അനലിസ്റ്റ് ഇങ്ങനെയുള്ള കാറ്റഗറി അതിനോടെല്ലാം താല്പര്യമുള്ളവർക്കൊക്കെ അതിപ്പോൾ എത്ര ചെറിയ ആൾക്കാർക്കാണെങ്കിൽ പോലും ചെയ്യാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഇംഗ്ലീഷ് വായിച്ച് വശമായി വന്നു കഴിഞ്ഞാൽ നമുക്കതൊന്ന് ചെയ്ത് ഇങ്ങനെയുള്ള കോഴ്സസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ഫീൽഡിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇപ്പം നമ്മളൊരു 20 പേരാണ് ഇൻ്റർവ്യൂവിന് പോകുന്നതെങ്കിൽ അതിൽ ഇതൊക്കെ ചെയ്ത് നിൽക്കുന്ന നമുക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി ഉണ്ടായിരിക്കാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കം ബാക്ക് ടു ദി ടാസ്ക്. പിന്നെ ടാസ്കിൽ ഉണ്ടാവുന്നത് ഒന്നതാണ് ഈ ഒരു ക്വിസ് ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് എക്സൽ ഷീറ്റ് ഉണ്ടായിരിക്കും. ആ എക്സൽ ഷീറ്റ് അവർ തന്നെ പറയും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അതിൻ്റെ ഹിൻറ്റും കാര്യങ്ങളൊക്കെ അവർ തരും. ആ ഹിൻറ്റും കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ അത് അപ്ലോഡ് ചെയ്യേണ്ടി വരും.
അത് തെറ്റിപ്പോയാലൊന്നും കുഴപ്പമില്ല. അതിനുശേഷം അവർ ആൻസർ നമുക്ക് പറഞ്ഞു തരും, കറക്റ്റ് ആൻസർ ഇതായിരുന്നു എന്ന് പറയും. അതിനൊന്നും മാർക്ക് ലോസോ അല്ലെ നെഗറ്റീവ് മാർക്കോ അങ്ങനെയൊന്നും ഇല്ല. പിന്നീട് ഞാൻ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് സ്റ്റെപ്പിൽ ഇങ്ങനെ ഒരു പ്രസൻറ്റേഷനും കൂടെ ചെയ്യണം, നമ്മൾ ഈ പഠിച്ചതൊക്കെ വെച്ചിട്ട്. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഇങ്ങനെയാണ് ആ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നത്. സോ നിങ്ങൾക്ക് ഇത് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്നത് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഇതിൽ വേറെ ഒരു ചിലവും കാര്യങ്ങളും ഒന്നുമില്ല. സോ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. ദിസ് ഈസ് എ പ്രൊഫഷണൽ കോഴ്സ്. സോ ഈ ഒരു CA പോലെ തന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. മെയിൻലി അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ്, ടാക്സേഷൻ, ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ്, അഡ്വൈസറി, കൺസൾട്ടിങ് അങ്ങനെയുള്ള മേഖലകളിലൊക്കെയാണ് കൂടുതലും നമുക്ക് ഇതിൻ്റെ ജോലി സാധ്യതകൾ ഉണ്ടാവുക. അപ്പോൾ ഇതിലെന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ആഡ് ഓൺ ദാറ്റ് കമൻറ്റ് സെക്ഷൻ. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലൊക്കെ ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുന്നു, അല്ലെ നമ്മളിപ്പം ശരിക്കും ACCA പഠിക്കുന്ന ഒരു സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും, ഇതൊക്കെ തന്നെയാണോടെ നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന വർക്ക് എന്നൊക്കെ ഉള്ളത്. അപ്പം നമുക്ക് ശരിക്കും വർക്ക് എന്താണെന്ന് അറിയത്തില്ലല്ലോ. നമ്മൾ കുറേ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നു, കുറേ ഫിനാൻഷ്യൽ സ്റ്റാൻഡേർഡ്സ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. പക്ഷെ ഇതൊക്കെ എവിടെ അപ്ലൈ ചെയ്യണം, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ പഠിക്കണമെങ്കിൽ അതിന് പറ്റിയ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ തന്നെയാണ് ഈ പറഞ്ഞ സർട്ടിഫിക്കേഷൻ കോഴ്സ്. അതിൻ്റെ അകത്തൊരു സിനാരിയോ തരുമെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി ശരിക്കും നമ്മുടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് തന്നെയായിരിക്കും അവർ തരാം. അപ്പം നമുക്ക് അതിലേക്ക് അത് നോക്കിയിട്ട് ചെയ്യാനൊക്കെ പറ്റുമ്പോൾ നമുക്കതൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടെ കിട്ടും. അതാണ് നമ്മുടെ സ്കില്ല് കുറച്ചുകൂടെ വണ്ടർഫുൾ ആവും. അത് പറഞ്ഞതിൽ ഒരു ചെറിയ തെറ്റിലുണ്ട്. ഞാൻ പറഞ്ഞതിൽ സയൻസ് സ്റ്റുഡൻസിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല, അല്ലെ ഹ്യൂമാനിറ്റീസുകാരുടെയോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇത് ACCA CA എന്നുള്ളത് കൊമേഴ്സ് സ്റ്റുഡൻസിന് മാത്രമല്ല, സയൻസ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും ആർക്ക് വേണം താല്പര്യം, നമ്മുടെ ഇഷ്ടമാണെന്ന് ഏത് ഫീൽഡ് തിരഞ്ഞെടുക്കണം എന്നുള്ളത്. അപ്പം ആ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് കടന്നു വരാവുന്നതാണ്. ഇതിന് വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മെയിനായിട്ട് ഇവർ നമ്മൾക്ക് പഠിച്ചു വന്ന ഒരു ലെവൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് സ്ട്രഗിളിങ് ഉണ്ടായിരിക്കും. ആ സ്ട്രഗിളിങ്ങിനെ മറ്റ് കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. ആ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നെക്സ്റ്റ് നമ്മൾ വരുന്നത്. അതുപോലെ ഈ വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ബൈ.